പലപ്പോഴും പോലീസുകാർ നമ്മുടെ വാഹനത്തിന് കൈ കാണിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ? മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ വഴി ട്രാഫിക് വയലേഷൻസ് റെക്കോർഡ് ചെയ്തിട്ട് ഫൈൻ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് ലീഗലാണോ എന്ന് ചോദിച്ചതിന് ഉത്തരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. കാരണം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിൽ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഡിവൈസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഡിഫൈൻ ചെയ്ത രീതിയിൽ CCTV ക്യാമറാസ് വരും, ബോഡി വിയറബിൾ ക്യാമറ വരും, ഡാഷ് ക്യാംസും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വരും. പക്ഷെ അതിൽ ഫോണിനെ പറ്റി എവിടെയും പറയുന്നില്ല. ഇനി ഈ പറയുന്ന എല്ലാ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഡിവൈസിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്യണം. അത് ആക്യുറേറ്റ് ആണ്, അത് ഓപ്പറേറ്റിംഗ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് എല്ലാ വർഷവും റിന്യൂവും ചെയ്യണം. എൻ്റെ ചോദ്യം, ഈ പോലീസുകാരുടെ പേഴ്സണൽ ഫോൺസിനെ കൃത്യമായ രീതിയിൽ സർട്ടിഫൈ ചെയ്യുന്നുണ്ടോ? ഇനി ഈ സർട്ടിഫൈ ചെയ്യാത്ത ഫോണുകൾ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഡിവൈസിന്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് ഇവർ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫോൺ വെച്ച് തരാൻ പോകുന്ന ഫൈനുകൾ ഉണ്ടല്ലോ, ആ ഫൈനുകൾ വാലിഡ് അല്ലാതെ ആവില്ലേ? ഈ ഒരു ചോദ്യമാണ് എനിക്ക് ആക്ച്വലി കേരള പോലീസിനോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ചോദിക്കാനുള്ളത്. ഇത് ചാലഞ്ച് ചെയ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊരു വല്ലാത്തൊരു ഗ്രേ ഏരിയ ആണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു RTI ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ ബോംബെയിലാണോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പ്രൈവറ്റ് ഫോൺ വഴി ഫോട്ടോ എടുത്ത് ഫൈൻ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ പാടില്ല എന്ന് പോലീസിൻ്റെ ഹയർ അതോറിറ്റീസ് താഴേക്കിടയിലേക്ക് ഈ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അവിടെയൊക്കെ ഇങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലിൻ്റെ ബുദ്ധി പ്രകാരം എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഇങ്ങനെ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഡിവൈസിൻ്റെ പരിധിയിൽ വരാത്ത ഫോണുകൾ കൊണ്ട് നിങ്ങൾ ഫൈൻ ഇടുകയാണെങ്കിൽ ആ ഫൈനിന് വാലിഡിറ്റി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ക്ലാരിറ്റി തരേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. അഡ്വക്കേറ്റ്സിന് ശരിക്കും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനുള്ള അനുമതി ഉണ്ടോ? അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് ലീഗൽ നോളേജ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് അവർക്കറിയുന്ന നിയമങ്ങൾ സാധാരണക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ വഴിയോ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അതിൽ ആക്ച്വലി റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ടെക്നിക്കലി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് പല റൂളുകളുടെയും ലംഘനമാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത് ശരിയാവും തോന്നില്ല. കാരണം ഈ നമ്മളിപ്പോൾ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലാണ് നമ്മൾ എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ടത്. നമ്മൾ വേറൊരു ബിസിനസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ടെക്നിക്കലി തുടങ്ങാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക അഡ്വക്കസിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഈ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നമ്മളെ സ്വയം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യല്ലോ. അതായത് നിങ്ങൾക്ക് ലീഗൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺസൾട്ടൻസി വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാവാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ റീസെൻ്റായിട്ടും ഇൻസ്റ്റഗ്രാമിൽ തന്നെ കണ്ട കാര്യമാണ്. ഇതൊരു ലീഗൽ ഇൻഫ്ലുവൻസറിനെതിരെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി കൊടുത്തതായിട്ടൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അവർ അഡ്വക്കേറ്റ്സ് ആക്റ്റും ബാർ കൗൺസിലിൻ്റെ റൂൾസും ലംഘിച്ചു എന്ന രീതിയിലുള്ള. സോ ലീഗൽ നോളേജ് പ്യുവറായിട്ട് പറയാനുള്ള റൈറ്റ് എല്ലാ അഡ്വക്കേറ്റ്സിനും ഉണ്ട്. പക്ഷേ അഡ്വർടൈസ് ചെയ്യാനുള്ള, അവരുടെ പ്രൊഫഷൻ അഡ്വർടൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു പ്രശ്നമുള്ളൊരു ഏരിയ ആണ്. അഡ്വക്കേറ്റ്സിന് പറ്റില്ല, പക്ഷേ ലോയേഴ്സിന് പറ്റുന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ലോയേഴ്സിന് അഡ്വർടൈസ് ചെയ്യാനും ലോയേഴ്സിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ അഡ്വക്കേറ്റിന് പറ്റില്ല. ഇത് ചോദിക്കുമ്പോൾ ഈ ലോയറും അഡ്വക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊരു സംശയം കൂടി ആളുകൾക്കുണ്ടാവും. ഇറ്റ്സ് സിമ്പിൾ, വളരെ സിമ്പിളാണ്. LLB ഗ്രാജുവേറ്റ് ആയി LLB കഴിഞ്ഞ് പുറത്തിരുന്ന ആൾക്കാർ എല്ലാവരെയും വിളിക്കുന്നതാണ് നമ്മൾ ലോയേഴ്സ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എൻറോൾ ചെയ്തതിന് ശേഷം നമ്മളൊരു കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരെയാണ് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുക. പ്രാക്ടീസ് ചെയ്യാത്ത കുറേ അധികം വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓരോ കമ്പനീസ് റൺ ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ കോർപ്പറേറ്റ് ലോയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. കോർപ്പറേറ്റ് കമ്പനിയിൽ ഇൻഹൗസ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ ലോയേഴ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സോ ഈ പറഞ്ഞ ലോയേഴ്സിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലോ കുഴപ്പമില്ല. പക്ഷേ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പല പരിമിതികളുണ്ട്. ലീഗൽ നോളേജ് പകരുന്നതിൽ ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ് പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് പലരും ഫാൾസ് ഇൻഫർമേഷൻസ് പങ്കുവെക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലതും പറയുന്നത് കറക്റ്റ് ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ആക്ച്വലി എനിക്ക് ലീഗൽ നോളേജ് പകർന്നു തരുന്ന അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ ലോയേഴ്സ് ആയിക്കോട്ടെ എനിക്ക് അവരുടെ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മാത്രം വിചാരിച്ചാൽ ലീഗൽ ഇൻഫർമേഷൻസ് ഡെമോക്രാറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് പറ്റും, പക്ഷേ എന്നേക്കാൾ കൂടുതൽ കുറേയധികം ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് നിയമങ്ങൾ എത്തുകയുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ യഥാർത്ഥ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ വളർന്നു വരുന്ന ലോ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, എനിക്ക് അവരോട് പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങളൊരു വീഡിയോ ഇടുന്നതിന് മുന്നേ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം.
വെറുതെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണോ കൺവേ ചെയ്യേണ്ടത് അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ പ്രോപ്പർ റിസർച്ച് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിരുന്ന റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം വീഡിയോസ് ഉണ്ടാക്കുന്ന പ്രവർത്തികളിലേക്ക് പോവുക. വെറുതെ വന്ന് പറഞ്ഞ് തെറ്റ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും ബാധിക്കും. അതേപോലെ തെറ്റായ ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ലീഗൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ. ഇത്തിരി സമയമെടുക്കുക, ഇത്തിരി റിസർച്ച് ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല.